മക്കളെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ബേസിക് ഉള്ള ഒരു ചോദ്യമാണ്. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയാൽ കർണത്തിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ്? എന്താണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. മട്ടത്രികോണം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ഒരു കോൺ 90 ഡിഗ്രി ആയ ത്രികോണത്തിനെയാണ് നമ്മൾ മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാം. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിനെ നമ്മൾ കർണം എന്ന് പറയും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കർണം കാണാനാണ്. അതേപോലെ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കർണവും കാണാനുമാണ്. 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പാദത്തെ 3 സെന്റിമീറ്റർ എടുക്കുക. പാദം എന്ന് പറയുമ്പോൾ നമ്മൾ അടിയിലുള്ളതാണ്. പിന്നെ ലംബമായിരിക്കും ഉണ്ടായിരിക്കുക. ലംബം 4 സെന്റിമീറ്റർ ആണ്. ഇത് തിരിച്ചെടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞുള്ളത് കർണാണ്. നമുക്ക് പൈതഗോറസ് പറഞ്ഞുള്ള ഒരു ചെങ്ങായിനെ അറിയാം. ആ ചെങ്ങായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന്. ആരാണ് പൈതഗോറസ്? പൈതഗോറസ് പറഞ്ഞ ചെങ്ങായി ഗണിത ശാസ്ത്രജ്ഞനാണ്. കൂടുതൽ അയാൾ ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. അയാൾ പറഞ്ഞിട്ടുണ്ട് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അതേപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് കൃത്യമായുള്ള സഞ്ചാരപാതയുണ്ട്. അത് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് കൃത്യമായുള്ള സഞ്ചാരപാതയാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? പൈതഗോറസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൈതഗോറസ് പറഞ്ഞുള്ള കാര്യമാണ് കർണം സ്ക്വയർ സമം പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. കർണം നമുക്കറിയോ? ഇല്ല, കർണാണ് നമ്മൾ കാണേണ്ടത്. പാദം നമുക്കറിയില്ലേ? പാദം എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പൊ 3 സ്ക്വയർ എന്നും ലംബം എന്ന് പറയുന്നത് 4 ആണ്. ലംബത്തിന് നമ്മൾ 4 സ്ക്വയർ എന്ന് എഴുതും. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ് മക്കളെ. അപ്പൊ കർണം സ്ക്വയർ സമം 25 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ കർണം സമം സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ √25 എന്ന് വരും. ലാസ്റ്റ് √25 എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കർണം എത്ര കിട്ടി? 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണം എപ്പോഴും ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അതേപോലെ തന്നെ 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ത്രികോണവും എപ്പോഴും ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അതേപോലെ 6, 8, 10 വശങ്ങളുള്ള ത്രികോണവും എപ്പോഴും ഒരു മട്ടത്രികോണം ആയിരിക്കും. അതേപോലെ ഒരുപാട് ത്രികോണങ്ങളുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഓക്കെ.